എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ വീനെക്കാണ് തയ്ക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലൊരു A4 ഷീറ്റ് എടുക്കുക. A4 ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുക. നമ്മൾ ആദ്യം A4 ഷീറ്റിൽ വെട്ടിയെടുത്തിട്ടാണ് കേട്ടോ മെയിൻ ക്ലോത്തിൽ വരയ്ക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത്രയും അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3.25 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി നെക്കിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ മാർക്കിങ്ങിൽ നിന്നും താഴോട്ടുള്ള മാർക്കിങ്ങിലേക്ക് ഇതുപോലെ ചരിച്ച് 2 മാർക്കിങ്ങും കൂടി യോജിപ്പിച്ചൊന്ന് വരച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിന്നും ഇതുപോലെ വരച്ച് ആ 1/2 ഇഞ്ചിലേക്ക് യോജിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇതുപോലെ വരച്ച് നമ്മളുടെ ആദ്യത്തെ മാർക്കിങ്ങിലേക്ക് മുട്ടിച്ചു കൊടുക്കുക. നിങ്ങൾ മുകളിൽ നിന്ന് തന്നെ വളയ്ക്കരുത് കേട്ടോ. ഒരുപാട് വളയ്ക്കരുത്. ഒരുപാട് വളച്ചാൽ അത് റൗണ്ട് നെക്കായി പോവും. ചെറുതായൊരു കർവിങ് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പീസിനെ മാറ്റി വയ്ക്കാം. ഇതാണ് ഇപ്പം നമ്മളുടെ നെക്ക്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് പീസ് എടുക്കുക. അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം സെൻറ്റർ ഭാഗത്ത് ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് താഴ്ഭാഗത്ത് കുറച്ചൊരു ലെങ്ത് വരെ നമുക്ക് ഇതുപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മളുടെ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരേപോലെ വെച്ചതിന് ശേഷം നമുക്കൊരു പിൻ കുത്തി കൊടുക്കണം കേട്ടോ. നമ്മളുടെ നെക്ക് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. തെന്നി മാറിയാൽ ഒരു സൈഡ് ഒരു അളവും അടുത്ത സൈഡ് വേറെ അളവും ആവും. അപ്പം നമ്മളിതാ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഒരു ചോക്ക് ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുക. ഇപ്പം നമ്മൾ ഒരു സൈഡ് വരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ പേപ്പർ അമർത്തി വെച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡും നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഈ ഒരു രീതിയിൽ നമ്മൾ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് 2 സൈഡിലും ഒരേപോലെ കിട്ടും കേട്ടോ. വരച്ചതിന് ശേഷം പിൻ മാറ്റിയിട്ട് നമ്മളുടെ പേപ്പർ മാറ്റി കൊടുക്കുക. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വി ഷേപ്പ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം എടുക്കുക. അവിടെയും നമ്മൾ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ 2 സെൻറ്റർ ഭാഗം കൂടി ഇതുപോലെ ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് പിൻ കുത്തി കൊടുക്കാം. ഷോൾഡർ ഭാഗം എല്ലാം നമുക്ക് ഒരുമിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും നമുക്ക് ഓരോരോ പിൻ വീതം കുത്തി കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ പിന്ന് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എവിടേക്കും നമ്മളുടെ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങില്ല. ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്ങിൻ്റെ മുകളിലൂടെ തയ്ച്ചെടുക്കണം. ഈ ഒരു ഭാഗം എത്തുമ്പോൾ കറക്റ്റ് ആ ഒരു പോയിന്റിൽ തന്നെ നീഡിൽ താത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തിരിക്കുക. തിരിച്ചതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ മാർക്കിംഗ് ഉണ്ടല്ലോ, അതിനേക്കാളും ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പീസിനെ നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക. കട്ടിങ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് ഒരിക്കലും കട്ടിങ് വരരുത് കേട്ടോ. ഈ ഒരു ഭാഗത്തുമ്പോൾ 2 സൈഡിലും ചെറിയ കട്ടിങ് കൊടുക്കുക. ഇനി നമുക്ക് പിന്നുകളൊക്കെ അഴിച്ചെടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് മറിച്ചു കൊടുക്കാം. മറിച്ചെടുക്കുമ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ, ഇതിൻ്റെ ചീത്ത ഭാഗം എടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ തുറന്ന് വെക്കുക കേട്ടോ. 2 ഭാഗം കൂടി കണ്ടില്ലേ, ഇതാ ഇതുപോലെ കേട്ടോ. ഇനി ഇതാ നമ്മൾ തയ്ച്ചെടുത്തതിൽ ഇവിടെ കുറച്ചൊരു ഭാഗമില്ലേ, നമ്മൾ തയ്യൽ തുമ്പ് പോലെ, ആ ഒരു ഭാഗത്തെ നമ്മൾ ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് എന്തിനാ വെച്ചാൽ നമ്മൾക്ക് ഒന്നുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് തന്നെ നമ്മളുടെ ഈ ഒരു വീനക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മറിച്ചെടുക്കാം. മറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചുരിദാറിന് മാത്രമല്ല, ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ക്രോപ്പ് ടോപ്പിനൊക്കെ വീനെക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമ്മളുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വി ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്